നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്നും കൊലപാതകത്തിനുള്ള സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല എന്നും അത്തരത്തിലുള്ള തെളിവുകളൊന്നും കിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിൻ്റെ മറ്റ് ചില റിപ്പോർട്ടുകളും ഇന്നലെ കോടതിയിൽ പോലീസ് ഹാജരാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ രഹസ്യമായി വെച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഈ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അതായത് ശരീരത്തിൽ ചതവുകളോ മുറിവുകളോ ഒന്നുമില്ല എന്നും അസ്വാഭാവികമായിട്ട് ശരീരത്തിൽ ഒന്നും കാണാൻ കൊലപാതകമെന്ന തരത്തിലുള്ള കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നും ആന്തരിക അവയവങ്ങളിൽ വലിയ ഗുരുതരമായ ആഘാതമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ശ്വാസം മുട്ടി തന്നെയാണ് കഴുത്തിലെ ശ്വാസധമനികൾ മുറുകി മരിച്ചത് തന്നെയാണെന്നും ഒക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വളരെ യാതൊരു കുഴപ്പവുമില്ലാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിൽ, വെറും ആത്മഹത്യയാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഇതുവരെയും രഹസ്യമാറ്റി വച്ചത്? മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടതാണ്, കൊടുത്തിട്ടില്ല. പോട്ടെ, മാധ്യമങ്ങൾക്ക് കൊടുക്കണ്ട. കാരണം മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുകാരാണ്. അവർ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് പൊളിറ്റിക്കലായിട്ട് ചില കളികൾ കളിക്കും. അത് വലിയ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് അത് വേണ്ട, മാധ്യമങ്ങൾ കൊടുക്കണ്ട. കുത്തിത്തിരിപ്പുകാരാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങളങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് സമ്മതിക്കാം. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ചോദിച്ചല്ലോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അവർക്ക് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തില്ല? അവർക്ക് ആ പോസ്റ്റ്മോർട്ടം പഠിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം കയ്യിൽ കിട്ടാനും അത് വായിച്ചു നോക്കാനും അത് പഠിക്കാനും അതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു അധികാരം, അവകാശം അവർക്കുണ്ടല്ലോ. എന്തുകൊണ്ട് പോലീസ് അവർക്ക് കൊടുത്തില്ല? ഇപ്പോൾ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. ഇനി കോടതിയിൽ നിന്ന് വേണമെങ്കിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ വാങ്ങാം. അങ്ങനെയാണ് ഇപ്പോൾ അവരത് വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സത്യസന്ധമല്ല. ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലേ കയ്യിൽ വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഞങ്ങൾക്ക് വിശ്വാസമില്ല, സത്യസന്ധമായ പോസ്റ്റ്മോർട്ടം അവിടെ നടക്കില്ല, അവിടെ നിന്ന് സത്യസന്ധമായ റിപ്പോർട്ട് വരില്ല, അതെല്ലാം CPMന്റെ കൺട്രോളിലുള്ള ഒരു ആശുപത്രിയാണ്, അവിടെ ഡോക്ടർമാരും ജീവനക്കാരും ഇത് ടൈപ്പ് ചെയ്യുന്നവരും എല്ലാവരും ഈ CPMന്റെ കൺട്രോളിലുള്ളവരാണ്, അവർക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പാടില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് കേട്ടിട്ടില്ല. 2, ഞങ്ങൾ വന്നിട്ട് മാത്രം ബോഡി എടുത്താൽ മതി, ബോഡി ഇൻക്വസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞിട്ട് അതും ധൃതി പിടിച്ച് അവർ വരുന്നതിന് മുമ്പേ ബോഡി എടുത്തു. എന്തിന്? എന്തായാലും ഈ ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും കോഴിക്കോടെത്താൻ വലിയ താമസമൊന്നും വേണ്ടി വരില്ല. അത് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ തകരാറുമില്ല. അത് പെട്ടെന്ന് ബോഡി അങ്ങോട്ട് ദ്രവിച്ച് നാറി ദുർഗന്ധം വരികയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്? പോലീസിന് ചിലപ്പോൾ പറയാം, ബോഡി കണ്ടു കഴിഞ്ഞാൽ, മൃതദേഹം കണ്ടു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനകം ഞങ്ങൾക്ക് ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടതാണെന്നൊക്കെ പറയും. അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ തൂങ്ങി മരണവും ആക്സിഡന്റ് മരണവും കഴിഞ്ഞു കഴിഞ്ഞാൽ 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്ന് വച്ചതിന് ശേഷമാണ് ഇൻക്വസ്റ്റ്. പിറ്റേന്ന് രാവിലെയൊക്കെ 10-11 മണി, തലേദിവസം വൈകുന്നേരം 3 മണിക്ക് 4 മണിക്ക് കൊണ്ടുവയ്ക്കുന്നത്, പിറ്റേന്ന് രാവിലെ 10-11 മണിക്കാണ് ഇൻക്വസ്റ്റ് ചെയ്യുന്നത്. എത്ര മണിക്കൂർ മാറി കിട്ടുന്നു? അപ്പോൾ ഇവര് ഈ പറഞ്ഞത് വേറെ ആരുമല്ല, ഒരു ADM എന്ന് പറയുന്ന വലിയൊരു ഉദ്യോഗസ്ഥന്റെ മൃതദേഹമാണ് സൂക്ഷിക്കാൻ പറഞ്ഞത് ഒരു തഹസിൽദാരാണ്. അവരുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മരിച്ചുപോയ മനുഷ്യൻ്റെ മൃതദേഹമായി കിടക്കുന്ന മനുഷ്യൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, തഹസിൽദാരാണ്. അവരാണ് ആവശ്യപ്പെട്ടത് ഈ മൃതദേഹം ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഇൻക്വസ്റ്റ് നടത്തരുത് എന്ന്. പക്ഷേ ജില്ലാ കളക്ടർ ധൃതി പിടിച്ച് പോലീസിനെ കൊണ്ട് അത് ഇൻക്വസ്റ്റ് നടത്തുകയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കൊലപാതകത്തിൻ്റെ സൂചനകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് വിശ്വാസമില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ഒരുപാട് അപാകതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ഇപ്പോൾ
ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ കോടതി കൊടുത്തത് ഒരു എന്തൊക്കെ രഹസ്യങ്ങൾ എന്തൊക്കെ ഒളിച്ചു വയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ബന്ധുക്കൾക്ക് കൊടുക്കാതെ, മാധ്യമങ്ങൾ നോക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ നോക്കണ്ട, ബന്ധുക്കൾക്ക് കൊടുക്കാതെ അവർ കോടതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പോൾ CBI അന്വേഷണത്തിൽ കൊലപാതകം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ സംശയിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് CBI കൊലപാതക സാഹചര്യം അതിനകത്തുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നുമാണ് കോടതിയിൽ മഞ്ജുഷ ബന്ധുക്കളും പിന്നെ പരാതി കൊടുത്തിരിക്കുന്നത്, ഹർജി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് തണുപ്പിക്കണം, അതൊന്ന് ഇല്ലാതാക്കണം. ഞങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലൊന്നുമില്ല. അപ്പോൾ CBI വന്നിട്ടും കാര്യമൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് ആത്മഹത്യയാണെന്ന് പറയേണ്ട എല്ലാ സാഹചര്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇനി CBI വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഒരു 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 ബോധം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കുറച്ചൊന്ന് മനസ്സൊന്ന് ചാഞ്ചാടി വേണ്ട എന്ന് തോന്നിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് അതിൻ്റെ വിവരങ്ങൾ പോലും അവർ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്, പോലീസും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇത് ഈ നവീൻ ബാബുവിൻ്റെ മരണം അങ്ങനെ നിസ്സാരമായി കാണാനുള്ളതല്ല. CPM രണ്ട് തട്ടിൽ തന്നെയാണ്, രണ്ട് മുഖം ഉള്ള പാർട്ടിയായിട്ട് ഇരട്ടത്താപ്പ് തന്നെയാണ് നിൽക്കുന്നത്. ബന്ധുക്കളോടൊപ്പം നിൽക്കുമെന്നും നവീൻ ബാബുവിനോടൊപ്പം നിൽക്കുമെന്നും ഒക്കെ പറയുമ്പോഴും അവർക്ക് ഈ CBI അന്വേഷണം, അവരെ CBI അന്വേഷിക്കാൻ തയ്യാറാണെന്നും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് CPM വല്ലാത്ത വെപ്രാളത്തിലാണ്. കാരണം CBI അന്വേഷണം തയ്യാറാണെന്ന് CBI പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിച്ചതല്ല. CPM നേതൃത്വം, പ്രത്യേകിച്ച് ഭരണകൂടവും പിന്നെ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങോട്ട് പിന്നെ വന്ന് CBI കോടതി ചോദിക്കുമ്പോൾ ഞങ്ങൾ റെഡിയാണെന്ന് പറയുമെന്ന് ആലോചിക്കാം. ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കേസുകളുടെ ബാഹുല്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരും എന്നല്ല കോടതിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിക്കാം, കോടതി പറയുകയാണെങ്കിൽ അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. ഇത് CPMനെ വല്ലാതെ പിന്നെ ചൊടിപ്പിച്ചെന്ന് പറഞ്ഞാൽ വെപ്രാളപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടത്തെയും വല്ലാതെ ഒരു അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം.